വീണ്ടും വാർത്തകൾക്ക്. പ്ലനേറിയയുടെ ജീൻ സന്ദേശങ്ങളുമായി ബന്ധപ്പെട്ട് പുതിയ കണ്ടെത്തൽ നടത്തി ഡോക്ടർ വിദ്യാനന്ദ് ശശിധരൻ. മനുഷ്യരെ പോലെ ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്ത പ്ലനേറിയ ജീൻ സൈലൻസിംഗ് സന്ദേശങ്ങൾ എങ്ങനെയാണ് ശരീരം മുഴുവൻ എത്തിക്കുന്നു എന്നതിന് ഉത്തരം കണ്ടെത്തിയിരിക്കുകയാണ് ഈ മലയാളി. സ്റ്റോവേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അൽവറാഡോ ലാബിലെ സീനിയർ റിസർച്ച് അസോസിയേറ്റാണ് വിദ്യാനന്ദ് ശശിധരൻ. 2026 ഫെബ്രുവരിയിൽ വിദ്യാനന്ദ് ശശിധരനും സംഘവും നടത്തിയ പഠനം പ്രകാരം പ്ലനേറിയയുടെ കോശങ്ങൾക്ക് പുറത്തായി കാണപ്പെടുന്ന എക്സ്ട്രാ സെല്ലുലാർ വെസിക്കിൾ എന്നറിയപ്പെടുന്ന ചെറിയ കുമിളകളാണ് ഇത്തരത്തിൽ സന്ദേശങ്ങൾ കൈമാറുന്നത്. മുറിവേറ്റിട്ടുണ്ടെന്നും പുതിയ കോശങ്ങൾ വേണമെന്നുമുള്ള സന്ദേശം ഈ കുമിളകൾക്ക് ഉള്ളിലൂടെ കൊറിയർ സർവീസ് പോലെ വിരയുടെ ശരീരത്തിലൂടെ കൈമാറുന്നു. നൂതന സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ഇവർ നടത്തിയ പഠനത്തിൽ AGO3 എന്ന പ്രോട്ടീനും കണ്ടെത്തി. പ്ലനേറിയയുടെ പാത പിന്തുടർന്ന് മനുഷ്യരിലും തകരാറിലായ കോശങ്ങളെയും അവയവങ്ങളെയും പുനരുജ്ജീവിപ്പിക്കുകയും ക്യാൻസർ വ്യാപനം നിയന്ത്രിക്കുകയുമാണ് ഈ പഠനത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. പ്ലനേറിയയുടെ പാത പിന്തുടർന്ന് മനുഷ്യരിലും തകരാറിലായ കോശങ്ങളെയോ അവയവങ്ങളെയോ പുനർജീവിപ്പിക്കുക, കോശങ്ങൾ തമ്മിലുള്ള തെറ്റായ സന്ദേശങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നതിലൂടെ ക്യാൻസർ വ്യാപനം നിയന്ത്രിക്കുക, ജീൻ സൈലൻസിംഗ് വഴി രോഗം ബാധിച്ച കോശങ്ങളിൽ മാത്രം കൃത്യമായി മരുന്നുകൾ എത്തിക്കുക എന്നിങ്ങനെ ഒരുപാട് മാറ്റങ്ങൾക്കുള്ള ഒരു അഭിമാനം തിളങ്ങുന്ന ആരംഭമാകാം ഡോക്ടർ വിദ്യാനന്ദ് ശശിധരൻ പൂരിപ്പിക്കുന്ന ശാസ്ത്രലോകത്തെ ഉത്തരം കിട്ടാതിരുന്ന സമസ്യകൾ.